രാജസ്ഥാനിലെ 13 മണ്ഡലങ്ങളിലാണ് തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ തവണ നേടിയ മിന്നുന്ന ജയം സംസ്ഥാനത്ത് ആവർത്തിക്കാനാകുമെന്നാണ് ബിജെപിയുടെ പ്രതീക്ഷ. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം നൽകുന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ. വിവരങ്ങളുമായി ജയ്പൂരിൽ നിന്ന് ടി കെ റാഷിദ് ഉണ്ട്. റാഷിദ്, ഏത് രീതിയിലാണ് അവിടെ പ്രചാരണങ്ങൾ മുന്നോട്ട് പോകുന്നത്? എല്ലാ പാർട്ടികളുടെയും ഒരു പ്രതീക്ഷ എത്രത്തോളമാണ്? വിനീഷ്, ശക്തമായ മത്സരമാണ് ഇത്തവണ രാജസ്ഥാനിൽ നടക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. മാസങ്ങൾക്ക് മുൻപായിരുന്നു ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു മേൽക്കൈ ഭരണത്തിലിരുന്ന BJP-യെ തറപറ്റിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നതിൽ കോൺഗ്രസ് നേടി. പ്രതീക്ഷിച്ചത്ര നിയമസഭാ സീറ്റുകൾ അവർക്ക് കിട്ടിയില്ലെങ്കിലും 99 നിയമസഭാ സീറ്റുകൾ. പിന്നീട് നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അൽവാറിലെ ഒരു സീറ്റ് അടക്കം 100 നിയമസഭാ സീറ്റുകൾ കോൺഗ്രസ് ഇന്ന് ഇവിടെ ഉറപ്പിച്ചു. അധികാരത്തിലിരിക്കുന്ന സ്ഥിതിയാണ് സംസ്ഥാന അധികാരത്തെ സംബന്ധിച്ചിടത്തോളം രാജസ്ഥാനിലുള്ളത്. പക്ഷേ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സാഹചര്യമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ളത് എന്നത് കൃത്യമായി രാജസ്ഥാനിൽ വ്യക്തമാണ്. തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടക്കാൻ ഇരിക്കുന്ന രാജസ്ഥാനിലെ ജോധ്പൂരിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ജോധ്പൂർ നഗരത്തിലാണ് ഉള്ളത്. ഈ ജോധ്പൂർ അടക്കം ബാഡ്മേർ, അജ്മീർ, സവായ് മാധോപൂർ അടക്കമുള്ള മേഖലകൾ, മണ്ഡലങ്ങൾ, ടോങ്ക് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ തിങ്കളാഴ്ച വോട്ടിടാൻ പോവുകയാണ്. 13 മണ്ഡലങ്ങളാണ് വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത്. ഇതിൽ സംസ്ഥാനം ഇളക്കി മറിച്ചുള്ള പ്രചരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്ന് ഇവിടെയുണ്ട്. 3 ഇടങ്ങളിലായി രാഹുൽ റാലി നടത്തുന്നു. അജ്മീർ അടക്കമുള്ള ഇടങ്ങളിൽ. നാളെ അമിത്ഷാ ഇവിടെ ഈ ജോധ്പൂരിലടക്കം റാലിക്കായി എത്തുന്നു. ആ നിലയ്ക്ക് BJP-യും കോൺഗ്രസും ഒരുപോലെ വാശിയേറിയ പ്രചാരണം രാജസ്ഥാനിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. 25 മണ്ഡലങ്ങൾ 2014-ൽ BJP വിജയിച്ച ചരിത്രമാണ് ഉള്ളത്. 25-ലും ഇപ്പോൾ BJP-യുടെ സിറ്റിംഗ് എംപിമാരാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഒരു പ്രചരണ രീതി എന്ന് പറയുന്നത് സിറ്റിംഗ് എംപിമാരുടെ വികസന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിലുള്ള പരാജയം ചൂണ്ടിക്കാണിക്കുക, അതോടൊപ്പം തന്നെ മോദി സർക്കാരിന്റെ 5 വർഷത്തെ ഭരണപരാജയങ്ങൾ, അതിനു പുറമെ ന്യായ് പദ്ധതി ഉൾപ്പെടെ കോൺഗ്രസ് പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ച കാര്യങ്ങളും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവരുടെ പ്രചാരണം. എന്നാൽ തീവ്ര ദേശീയവാദവും അതോടൊപ്പം തന്നെ സൈനിക മുന്നേറ്റങ്ങളും അതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ തീവ്രവാദ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നൽകിയ പ്രത്യാക്രമണവും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ആ നിലയ്ക്കുള്ള ഒരു പ്രചരണ രീതിയാണ് രാജ്യത്തെങ്ങും അവലംബിക്കുന്നത് പോലെ വളരെ ശക്തമായി ഈ അതിർത്തി സംസ്ഥാനം കൂടിയായ രാജസ്ഥാനിൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ നടത്തിയ പ്രസംഗത്തിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാന്റെ കയ്യിൽ ന്യൂക്ലിയർ ബോംബുകളുണ്ടെങ്കിൽ, ആണവ ബോംബുണ്ടെങ്കിൽ ഇന്ത്യയുടെ കയ്യിലും അതുണ്ട്.